ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ലപോലെ നമുക്ക് റീഫില്ലാവുകയും ചെയ്യും, വയറൊക്കെ നല്ലപോലെ ഫുള്ളാവുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ദാഹശമനി കൂടിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാല് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 1-2 ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പകുതി പാലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാനുള്ള കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തണുത്ത പാലിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. തണുത്ത പാലിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ആകുമ്പോൾ ഇത് കട്ട കെട്ടിയിട്ട് ഈ പാലിൻ്റെ അടിയിലൊക്കെ പോയി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തിളയ്ക്കാൻ വെച്ച പാലിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ കട്ടി ചെറുതായിട്ട് കൂടി വരും. അങ്ങനെ കൂടി വരുന്ന സമയത്താണ് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാട് കുറുക്കി എടുക്കേണ്ട, ചെറിയൊരു കട്ടി വന്നാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളം പോലെ അങ്ങനെയാണ് കുടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തിളയ്ക്കുന്ന സമയം അങ്ങ് ഓഫ് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ അതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. കുറച്ചൊന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടതാണ് കേട്ടോ. നിങ്ങളത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് അങ്ങ് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കതിലോട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ആപ്പിളിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തതും, അതേപോലെ തന്നെ ഒരു 3 ചെറുപഴവും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുന്തിരിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാരറ്റോ മുന്തിരിയോ ആപ്പിളോ മാതളോ എന്ത് വേണമെങ്കിലും എന്താണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. എന്തായാലും ഇതിങ്ങനെ കുടിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്നത്, അപ്പോൾ അതൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കസ്കസ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 ആൾക്കാർക്ക് നല്ല പോലെ കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു പാല് നമുക്ക് ചൂടാറി കിട്ടുന്ന സമയം മാത്രം മതി. ഇനി നിങ്ങൾക്ക് തണുപ്പിച്ചെടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ ഗസ്റ്റുകൾക്കും അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും നന്നായിട്ട് ക്ഷീണിച്ച് വരുന്ന സമയത്തൊക്കെ ഇതുപോലൊരു ഒറ്റ ഗ്ലാസ് മതി. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ റീഫ്രഷിങ്ങും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോവുകയും ചെയ്യരുത്.